നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ ATM കൊള്ളയടിച്ച സംഭവം പ്രതികൾ മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നാണ് ഹരിയാന സ്വദേശികളായ 5 പേർ പിടിയിലായത്. ജില്ലയെ ഞെട്ടിച്ച ATM കവർച്ച. 3 ATMകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. തൃശൂർ നായ്ക്കനാൽ, മാപ്രാണം, കോലഴി എന്നിവിടങ്ങളിലെ SBIയുടെ ATMകളാണ് കൊള്ളയടിച്ചത്. തൃശൂർ കുന്നംകുളം റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നീണ്ട നാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. ഓൺലൈൻ ട്രേഡിംഗിൽ സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന മുന്നറിയിപ്പ്. വേലൂർ തയ്യൂരിൽ ലോറിക്ക് തീപിടിച്ചു. തയ്യൂർ ഏബൽ കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് ചകിരിനാരുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ലോറി ഇടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തുനിന്ന് വരവൂരിലേക്ക് പോയിരുന്ന ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ട് റെയിൽവേ ഗേറ്റിൽ ഇടിച്ചത്. എളവള്ളി പഞ്ചായത്തിലെ കണിയാം തുരുത്തിൽ മരം കടപുഴകി പാടശേഖരത്തിലേക്ക് വീണതോടെ റോഡ് തകർച്ചാ ഭീഷണിയിൽ. പാർശ്വഭിത്തി തകർന്ന ഭാഗത്ത് റോഡിടിഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് 6 പേർക്ക് പരിക്കേറ്റു. കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ വച്ചായിരുന്നു അപകടം. കടവല്ലൂർ കൊരട്ടിക്കര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കേമട മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിക്ക് സ്വീകരണവും വെച്ച് നമസ്കാരവും നടത്തി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് തല പോഷകാഹാര മാസാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത് അധ്യക്ഷത വഹിച്ചു. കിഴക്കേ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ കുടിവെള്ള പദ്ധതിക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നതിനായി പുതിയ കിണർ നിർമ്മിക്കണമെന്ന് CPM കോപ്ലിപ്പാടം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കൊടകര ഏരിയ കമ്മിറ്റി അംഗം MV സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ബാലകലോത്സവം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. വില്ലടാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം വർണ്ണാഭമായി. കലോത്സവം കൌൺസിലർ I സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പാർലിക്കാട് 10-ാം കല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി സമീപത്തെ ആക്രിക്കടയിൽ ഇടിച്ചുമറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ വ്യാകുലമാതാ ബസലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ജീവകാരുണ്യ തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോസ് നന്ദിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചന്ദ്രാപിന്നി ചിറക്കൽ കേരള മുസ്ലിം ജമാഅത്ത് SSF SYS സാന്ത്വനം ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ച ദാറുൽ ഖൈർ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് ഖതീബ് അബ്ദുസമദ് സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പ്രതികൾ വലയിലായതായി സൂചന. പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകും. വാടാനപ്പള്ളി CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഓർഫനേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ CH അനുസ്മരണം നടന്നു. എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഷെരീഫ് സാഗർ CH അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരക്കോട് കൊരട്ടിയാം കുന്നിൽ റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി തൂൺ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി റോഡിലേക്ക് വീണു. വൈലോപ്പള്ളി ശ്രീധര മേനോൻ മെമ്മോറിയൽ GVHSS ഗ്രൌണ്ട് നവീകരണം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഗൌരവതരവും അപലപനീയവുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. വാടാനപ്പള്ളി സിയാസത്തിൽ ഇസ്ലാം മദ്രസ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മെഗാ ദഫ് മത്സരം സമാപിച്ചു. വാടാനപ്പള്ളി തെക്കേ മഹല്ല് ഖതീബ് ഉമർ ഭാഗവി മെഗാ ദഫ് മത്സരം ഉദ്ഘാടനം ചെയ്തു.
പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായി അന്തിക്കാട് ICDS പ്രോജക്റ്റും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പോഷൻ മാഹ് സംഘടിപ്പിച്ചു. തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലച്ചിറ മിനി ഗ്രൌണ്ടിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. വല്ലച്ചിറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ PTA ആഭിമുഖ്യത്തിൽ രക്ഷകർത്താക്കൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗത്തിൽ മദർ PTA പ്രസിഡന്റ് ആഷിബ അധ്യക്ഷയായി. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാതല സംസ്കൃത ദിനാചരണം കൊടകരയിൽ നടന്നു. ബെന്നി ബെഹനാൻ MP സംസ്കൃത ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.